സ്വാമിജിമാർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മഹത് വ്യക്തികൾക്കും ആദ്യമേ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സലീം ഭാസ്കരൻ. ഞാൻ തൃക്കാക്കര വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രഖണ്ഡിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന, ഇത്രയും വലിയ സ്വാമിമാർ ഈ എറണാകുളം പട്ടണത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി അവർ അഹോരാത്രം പണിയെടുക്കുന്നതാണ്. ആ സ്വാമിമാരോടൊരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, നമ്മുടെ ക്ഷേത്രങ്ങളിൽ കെട്ടിക്കിടക്കുന്ന കോടാനുകോടി സമ്പത്തുകൾ, ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ എത്ര സമ്പത്തുണ്ട് എന്ന് ഒരു ഭക്തജനങ്ങൾക്ക് നമ്മൾക്കറിയില്ല. അത് ആ സമ്പത്ത് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി പിടിച്ചു വാങ്ങാൻ എന്തൊക്കെ നമ്മുടെ സന്യാസി സമൂഹങ്ങൾക്ക് സാധിക്കും. മറ്റുള്ള സമുദായങ്ങൾ അവർ ഓരോ ആവശ്യങ്ങളും അവരുടെ സമ്പത്ത് ഉപയോഗിക്കുമ്പോൾ ഹിന്ദു സമൂഹം നമ്മളത് നോക്കുകുത്തിയായി കണ്ടു നിൽക്കുകയാണ്. ക്ഷേത്രങ്ങളിലും ഗുരുവായൂരും ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിലുള്ള സമ്പത്തുകൾ എങ്ങനെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് സ്വാമിജിമാരൊന്ന് ചിന്തിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഇവിടെ പറയാനുള്ളത്, ഇത് സന്യാസിമാർ ചിന്തിക്കേണ്ട വിഷയമല്ല, ഇത് ഗൃഹസ്ഥൻ ചിന്തിക്കേണ്ട വിഷയമല്ല, ഇത് ബ്രഹ്മചാരി ചിന്തിക്കേണ്ട വിഷയമല്ല, പിന്നെയോ നമ്മൾ കൂട്ടായി ചിന്തിക്കേണ്ട വിഷയമാണ്. സന്യാസിമാരുടെ പണി ഇതല്ല. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ചിന്തിക്കുക. ഒന്നാമതായിട്ട് ദേവസ്വം എന്നൊരു കോൺസെപ്റ്റ് എങ്ങനെ വന്നു എന്ന് ആദ്യം പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒത്തൊരുമിച്ച പ്രവർത്തനത്തിലൂടെ അതിനെ ഇല്ലാതാക്കാൻ സാധിക്കൂ. തിരുവിതാംകൂറിൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആ സൈനിക സഹായത്തിന് പകരമായിട്ട് പാരിതോഷികം ആവശ്യപ്പെട്ടു. ആ പാരിതോഷികം കൊടുക്കാൻ തിരുവിതാംകൂറിൻ്റെ കയ്യിലില്ല എന്നുള്ളതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിരുന്ന മൺട്രോ, കേണൽ മൺട്രോ ഉപായം പറഞ്ഞു കൊടുത്തു, വരുമാനമുള്ള ക്ഷേത്രങ്ങളെ നമുക്ക് സർക്കാർ നിയന്ത്രണത്തിലാക്കിയാൽ മതി. തുടർന്ന് 1811 കേണൽ മൺട്രോ തിരുവിതാംകൂറിൻ്റെ റീജൻറ്റ് ദിവാനായി മാറി. ആദ്യം ചെയ്ത ഭരണപരിഷ്കരണം വരുമാനമുള്ള ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. അപ്പോൾ എന്തിനാണ് സർക്കാർ ക്ഷേത്രത്തിൽ കൈ കടത്തുന്നതെന്ന് ഈ ഒറ്റ കാരണം കൊണ്ട് മനസ്സിലാക്കാം. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു. കപ്പം കൊടുത്തു. തിരുവിതാംകൂർ, കൊച്ചിയൊക്കെ മലബാർ മുഴുവൻ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായി. അങ്ങനെ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് കൊണ്ടുവന്ന എല്ലാ മതസ്ഥാപനങ്ങളെയും മദ്രാസ് പ്രോവിൻസിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാക്കി. പക്ഷേ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എതിർത്തു ആ നിയമത്തെ. ഒറ്റക്കെട്ടായിട്ട് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി, പോപ്പ് എല്ലാം ഇടപെട്ട വിഷയമാണത്. അങ്ങനെ ഗവൺമെൻറ് ആ ആക്ട് റിപ്പീൽ ചെയ്തു, പിൻവലിച്ചു. എന്നിട്ട് തൽസ്ഥാനത്ത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് കൊണ്ടുവന്നു. അന്നത്തെ ഹിന്ദു നേതാക്കന്മാരോ സന്യാസിമാരോ, അന്ന് നമുക്ക് ഹിന്ദു നേതൃത്വങ്ങൾ അങ്ങനെയില്ല, ഹിന്ദു പ്രസ്ഥാനങ്ങളില്ല, 1800 ചില്ലുവാൻ കാലഘട്ടങ്ങളിലാണ്. ഒരാളും എതിർത്തില്ല. ഏറ്റവും സങ്കടകരമായിരുന്നത്, പറയാനുള്ളത്, ഏറ്റവും അധികം ശക്തിയുപാസന നടന്നിരുന്ന വടക്കൻ കേരളത്തിൽ നിന്ന് പോലും എതിർപ്പുണ്ടായില്ല. മിക്ക തറവാടുകളിലും ശക്തയോപാസന ഉണ്ട് കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ. പക്ഷേ ഈ വിഷയത്തിൽ എതിർപ്പുണ്ടായില്ല. തങ്ങൾ ഉപാസിക്കുന്ന ശക്തിയെ പോലും മറന്നുപോയി. അനായാസേന ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്ട് വന്നു, ബോർഡ് വന്നു, കാലാനുസൃതം പരിഷ്കരണങ്ങൾ വന്നു. ഇത് വരുമാന സ്രോതസ്സാണെന്ന് അറിഞ്ഞപ്പോൾ രണ്ടാമത് കൽക്കട്ട പ്രോവിൻസിൽ, മൂന്നാമത് ബോംബെ പ്രോവിൻസിൽ, നാലാമത് സെൻട്രൽ പ്രോവിൻസിൽ ഈ നിയമം നടപ്പിലാക്കി. 47 അധികാരികൾ മാറിയിരുന്നു. വെള്ളക്കാർ പോയി, പകരക്കാർ വന്നിരുന്നു. ഒരു മാറ്റവും ഉണ്ടായില്ല.
ഈ രാജ്യത്തൊരു പ്രതിപക്ഷമില്ലാത്ത സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഹൗസ് അറസ്റ്റിലോ ജയിലിലോ ആയിരുന്ന സമയത്ത്, ഏകഛത്രാധിപതിയായി ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന സമയത്ത് 1976 അടിയന്തരാവസ്ഥ കാലത്ത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്കുലാർ എന്ന് എഴുതി ചേർത്തു. അതുവരെ നമ്മൾ സെക്കുലർ ആയിരുന്നില്ല. അങ്ങേയറ്റം വിദ്വാൻമാരായിരുന്ന അംബേദ്കർജിയെ പോലുള്ള, രാജേന്ദ്ര പ്രസാദിനെ പോലുള്ള, പട്ടേലിനെ പോലുള്ളവർ തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്കുലർ എന്നൊരു വാക്ക് അവരെഴുതി ചേർത്തിട്ടില്ല. പക്ഷേ ഇന്ദിരാഗാന്ധി അത് എഴുതി ചേർത്തു. എന്ത് കൊടുത്താലും ഒപ്പിടുമായിരുന്ന പ്രസിഡന്റ് ഒപ്പിട്ടു. അതോടുകൂടി നമ്മൾ സെക്കുലറായി. എന്നാൽ സെക്കുലറായാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ സ്ഥാപനം നടത്താൻ ധാർമ്മികമായി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അധികാരമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മുടെ നട്ടെല്ല് തേഞ്ഞു പോയത് കൊണ്ട് ഇന്നും അത് തുടരുന്നു, ഇന്നും തുടരുന്നു. അതുകൊണ്ട് അടിയന്തരമായി വേണ്ടത് കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്താൻ കഴിയണം. കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇത് മാറ്റാൻ കഴിയൂ, അല്ലാതെ ഇത് ഓരോ സംസ്ഥാനത്തിൻ്റെ വിഷയമല്ല. കേന്ദ്ര സർക്കാരിന് അനായാസേന നിയമനിർമ്മാണം കൊണ്ടുവരാം. അതിന് തടസ്സമായിട്ട് ചിലപ്പോൾ ഉന്നയിക്കുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലുള്ളത് രൂപപ്പെട്ടത് മഹാരാജാവും ഗവൺമെൻറ്റുള്ള കവനൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കവനൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാറ്റം ചെയ്യാൻ വയ്യ. തീർച്ചയായിട്ടും കഴിയും. ആർട്ടിക്കിൾ 370 അടക്കം എടുത്തു മാറ്റി രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി നമ്മുടെ സർക്കാർ പ്രവർത്തിച്ചു. ഏറി വന്നാൽ സുപ്രീം കോടതിൻ്റെ ഇൻ്റർവെൻഷൻ മാത്രമേ അതിൽ വേണ്ടി വരൂ, അതിൽ കൂടുതൽ വേണ്ട. അത് കവനൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടെടുത്ത് മാത്രം. അല്ലാത്ത ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡൊക്കെ ഇല്ലാണ്ടാക്കാൻ വെറും സെൻട്രൽ ആക്ട് മതി. കവനൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതിൽ ചിലപ്പോൾ സുപ്രീം കോടതിൻ്റെ ഇൻ്റർവെൻഷൻ വേണ്ടി വന്നേക്കാം. അനായാസേന സെൻട്രൽ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റും. അതിന് സ്വാധീനം ചെയ്യുക സാധിക്കുന്നവർ, സന്യാസിമാരല്ല എല്ലാവരും. 2, അടിയന്തര നടപടി എന്ന നിലയ്ക്ക് ദേവസ്വം ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളിൽ പൈസ ഇടാതിരിക്കുക. അത് ചെയ്യാവുന്നതാണ്. ഗുരുവായൂർ പോയാൽ പ്രാർത്ഥിക്കുക, ഗുരുവായൂരപ്പ ഭഗവാനെ നീ സർക്കാരിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കാണിക്ക്, എന്നാൽ ഞാൻ ഭണ്ഡാരത്ത് പൈസ ഇടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ പണം ഇവിടെ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, കമ്മിറ്റിക്കാർ നടത്തുന്ന അവിടെ ഇടുക. ഇല്ലെങ്കിൽ ഭഗവാൻ പ്രത്യക്ഷ ശരീരമായിട്ട് ഇരിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നവർ ദുഃഖിക്കുന്നവരായിട്ട്, അവിടെ സേവ ചെയ്യുക. ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ നീ സർക്കാരിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്, ഈ മഹാത്ഭുതങ്ങളൊക്കെ നടക്കുന്നത് നിൻ്റെ ഭൂമിയിലല്ലേ, ചെമ്പ് സ്വർണ്ണമാകുന്ന സ്വർണം ചെമ്പാകുന്ന മഹാത്ഭുതങ്ങളൊക്കെ നിൻ്റെ ഭൂമിയിലല്ലേ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും വേണം, പക്ഷെ ചില്ലാനം തരില്ല. വെറ്റിലടയ്ക്ക സ്വാമിക്ക്, നെയ്യഭിഷേകം സ്വാമിക്ക്, കർപ്പൂരദീപം സ്വാമിക്ക്, കാണിപ്പണമില്ല, അത് നിനക്കില്ല, അത് ഞാൻ വേറെ അമ്പലത്തിൽ ഇട്ടോളാം എന്ന് പറയുക. വരുമാനം നിന്ന് കഴിഞ്ഞാൽ സർക്കാർ കൈയൊഴിഞ്ഞേ മതിയാവും. ചിലർ ചോദിക്കും, അപ്പോൾ ക്ഷേത്രങ്ങൾ നശിച്ചു പോവില്ലേ? കോടി കണക്കിന് ഫണ്ട് കെട്ടിക്കിടക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് സർക്കാർ നിയന്ത്രിത ദേവസ്വം ബോർഡുള്ള ക്ഷേത്രങ്ങളിൽ പണം ഇടാതിരിക്കുക. അത് നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്. ശബരിമലയിൽ ഇടുന്നതിന് വലിയൊരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. കാരണം അറിവില്ലാ പൈതങ്ങളാണ് പൊന്നു ഭഗവാനെ എന്നല്ലേ പറയുന്നത്. അപ്പം അറിവില്ലാത്തവൻ തന്നെ കൊല്ലാൻ വേണ്ടിയും പണം ഇടും. അപ്പം അടുത്ത ശരണം വിളിക്കണം, അറിവും ബോധവും തന്ന് കാത്തു രക്ഷിക്കണമേ സ്വാമിയെ, എന്നാൽ കുഴപ്പമില്ല. അപ്പം ഭഗവാൻ പറയും നീ ഇടണ്ടോ. അറിവും ബോധവും ഭഗവാൻ തന്നാൽ നിശ്ചയമായിട്ടും ഭഗവാൻ ഉള്ളെന്ന് പറയും നീ ഇടണ്ട. ആ കഷ്ടപ്പെടുന്ന ആൾക്ക് കൊടുത്തോളൂ, ആ വിശക്കുന്ന ആൾക്ക് കൊടുത്തോളൂ, ആ രോഗിക്ക് കൊടുത്തോളൂ, ആ വേദനിക്കുന്ന ആൾക്ക് കൊടുത്തോളൂ, അതിൽ ഞാൻ തന്നെയാണ്. തത് സൃഷ്ടുവ തദേവ അനുപ്രാവശ്യത് എന്ന് വേദമന്ത്രം ഭഗവാൻ ഉപദേശിച്ചു തരും. ഈ നടപടി ചെയ്യാം.
പിന്നെ ചോദിച്ച സ്ഥിതിക്ക് പറയാം, കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളാണ്: തിരുവിതാംകൂർ, കൊച്ചി, ഗുരുവായൂർ, കൂടൽമാണിക്യം, മലബാർ. ഈ 5ലും കൂടി 7000 ചോട ക്ഷേത്രങ്ങളേ ഉള്ളൂ. എന്നാൽ മൊത്തം ക്ഷേത്രങ്ങൾ ലക്ഷോപരിയുണ്ട്. 7000 ചോടയുള്ളൂ ഈ ദേവസ്വം ബോർഡുകളിൽ. എന്നാൽ ലക്ഷത്തിനുപരി ക്ഷേത്രങ്ങളുണ്ട്, കാവുകളടക്കം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ. അപ്പം എന്ത് ചെയ്യണം? അവിടെ ഇവിടെ ഇരുന്ന് നിരീശ്വരവാദികളാണ് ക്ഷേത്രം ഭരിക്കുന്നത്, അവർ ക്ഷേത്രം നശിപ്പിച്ചു എന്നും പറയാതെ അതത് സ്ഥലത്ത് ജനറൽ ബോഡിയിൽ മെമ്പർഷിപ്പ് എടുക്കണം. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് നടക്കുന്ന ക്ഷേത്രങ്ങളിൽ അപേക്ഷിച്ചാൽ മെമ്പർഷിപ്പ് കൊടുത്തേ മതിയാവും. എക്സിക്യൂട്ടീവിലേക്ക് ഇലക്ഷൻ വരുന്ന സമയത്ത് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കുശുമ്പ് പറയാതെ പോയിട്ട് എക്സിക്യൂട്ടീവിലേക്ക് കയറണം, നിർബന്ധമായിട്ട്. എന്നെ ആരും പ്രപ്പോസ് ചെയ്യില്ല സ്വാമി, സ്വയം പ്രപ്പോസ് ചെയ്യാം. എക്സിക്യൂട്ടീവിലേക്ക് ഞാൻ എന്നെ നിർദ്ദേശിക്കുന്നു പറയാം. അങ്ങനെ ക്ഷേത്ര ഭരണങ്ങളിൽ വരണം. ഇത് വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാതെ ഒക്കെ നിരീശ്വരവാദികളാ ഭരിക്കണത് എന്ന് പറഞ്ഞിട്ട് ഒരർത്ഥവും ഇല്ല. പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമാജം എത്തണം. ഇതാണ് പറയാനുള്ളത്. വളരെ സന്തോഷം.